ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത് എന്നാണെന്നറിയോ? കഴിഞ്ഞ ദിവസത്തെ രാത്രികളിൽ ഭയങ്കരമായ മഴയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മഴയ്ക്ക് ശേഷം നമ്മുടെ ടെറസിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും അവരെ സഹായിക്കാനുണ്ടോ, ഒത്തിരി കാര്യമായ കേടുപാടുകളൊന്നും ഇന്നാളത്തെ മഴയ്ക്കൊക്കെ ഉണ്ടായില്ലേ, അങ്ങനത്തെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതൊക്കെയാണെന്ന് കാണാം. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാനുണ്ട്. അപ്പം നമുക്കതൊക്കെ ചെയ്തിട്ട് ഒരുമിച്ച് പോകാം. ബാ, ഇത് കണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസം കൊത്തമരയുടെ കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നതായിരുന്നേ. ഇതേ കൊത്തമര എല്ലാം കാറ്റത്ത് വളഞ്ഞു. ഇത് വലിയ കുഴപ്പമില്ല. ഇത് കണ്ടോ, ഇതിങ്ങനെ മറിഞ്ഞു കിടക്കുവാണ്. കിടന്ന് എങ്ങോട്ടാന്ന് കണ്ടോ, നമ്മുടെ നല്ല കാപ്സിക്കത്തിൻ്റെ മുകളിലോട്ടുണ്ടോ കാപ്സിക്കം ഉണ്ടാകുന്നുണ്ടോ. ഇത്രയും ചെറുതിലേ തന്നെ കാപ്സിക്കം ഉണ്ടാകുന്നുണ്ട് കണ്ടോ. അപ്പം നമുക്ക് ഇവനെ ഒന്ന് പൊക്കി വെച്ച് കെട്ടണം. അപ്പം നമുക്ക് ഈ പറമ്പിലൊന്നും ചെയ്യുന്നത് പോലെ കമ്പും കാലും ഒന്നും ഇവിടെ കിട്ടത്തുമില്ല, പറ്റത്തുമില്ല. അപ്പം ഞാൻ ചെയ്യുന്നതിനാന്ന് വെച്ചാൽ അതേ ഇതുപോലൊരു PVC പൈപ്പാണ് ഇത് കേട്ടോ. ഈ PVC പൈപ്പിനെ ഇച്ചിരി നല്ല ബലത്തിൽ കുത്തി നിർത്തുവാണേ. എന്നിട്ട് ഇതേലോട്ട് നമുക്കിവരെ കെട്ടി നിർത്താം കേട്ടോ. അപ്പോൾ ഇവരെ കെട്ടി നിർത്താനായിട്ട് ഞാൻ ഇതുപോലൊരു വള്ളി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവരെ കെട്ടി വെച്ചിട്ട് കാണിക്കാവേ. അപ്പോൾ ഇതേപോലെ നിങ്ങളുണ്ടല്ലോ, ഇങ്ങനെ പെടന്ന് വീണിട്ട് കെട്ടാനായിട്ട് നിൽക്കേണ്ട. പെടന്ന് വീഴുന്നതിന് മുന്നേ തന്നെ ഇതേപോലത്തെ ചെടികൾക്കൊക്കെ ആണെങ്കിൽ ഈ കൊത്തമര എന്ന് പറയുന്ന ചെടിക്ക് യാതൊരു ബലവും ഇല്ലാത്തതാണ് കമ്പുകൾക്ക്. അപ്പോൾ ഇതുപോലൊന്ന് കെട്ടി വെച്ചോണം. അപ്പം കണ്ടമാനം ചേർത്ത് കെട്ടി വെച്ച് കഴിഞ്ഞാലേ അവർക്കൊരു ശ്വാസം മുട്ടലുണ്ടാവും. ഇതുപോലത്തെ ചേർത്തിട്ടൊന്ന് ഒത്തിരി മുറുക്കിയിട്ടല്ല, ഒന്ന് ഉടക്കി കെട്ടിവെക്കും. അപ്പോൾ ഇവിടെ ഒന്ന് കെട്ടി കുറച്ച് മുകളിലും കൂടെ ഒന്ന് കെട്ടുവാണെങ്കിൽ പിന്നെ അവർ നേരെ പൊക്കോളും. ഇതിനപ്പുറത്ത് നിൽക്കുന്ന കൊത്തമര കണ്ടോ, ഇങ്ങനെ നീണ്ടു പോയിട്ട് മേളിൽ ചെന്ന് കയറി വലയിൽ. അപ്പം വലയിൽ കയറിക്കഴിഞ്ഞാൽ അവർ കാറ്റടിച്ചാലും അങ്ങോട്ടേ പെടന്ന് വീഴത്തുള്ളൂ. ചെടിക്ക് കാര്യമായ കുഴപ്പവും വരികയില്ല, നമുക്ക് നഷ്ടവും വരത്തില്ല. നമുക്ക് കായകൾ കിട്ടുക എന്നുള്ളതല്ലേ നമ്മുടെ ലാഭം. അത് കുഴപ്പമില്ലാതെ കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ ആദ്യം ഒരെണ്ണം കണ്ടോ കെട്ടി കൊടുക്കാതെ കിടക്കുമായിരുന്നു. അപ്പോൾ അവനെക്കൂടെ കെട്ടിയിട്ട് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് വളച്ചും കൂടെ വെച്ചാൽ മതി. പിന്നെ അവർ ആ ഒരു ബലത്തിൽ, ആ കമ്പിൻ്റെ സപ്പോർട്ടിൽ മുകളിലോട്ട് കയറിപ്പോകും കണ്ടോ. അപ്പോൾ ഇനി അപ്പുറത്ത് കമ്പ് കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെയൊക്കെ നല്ല ബലത്തിലാണ് നിൽക്കുന്നത്. പിന്നെ വേണേൽ ഇവിടെ ഒരെണ്ണം കൂടെ കൊടുത്തേക്കാം. വലിയ മഴയല്ലല്ലോ പെയ്യുന്നത്, ചെറിയ ചെറിയ മഴകളാണ് പെയ്യുന്നത്. അങ്ങനെ ചെറിയ ചെറിയ മഴകൾ പെയ്യുമ്പോൾ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് മല്ലി, അതുപോലെ തന്നെ പാലക്ക് ചീര. അപ്പം ഞാൻ ഈ ഒരു കളം വെറുതെ കിടക്കുവാണേ. അപ്പം നമുക്കതൊന്ന് കിളച്ചിളക്കിയിട്ട് കണ്ടോ, നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ. ഇങ്ങനെ ഇളക്കമുള്ള മണ്ണിലാണ് എല്ലാ ഇനം ചീരകൾ മാത്രമല്ല എല്ലാ ഇനം പച്ചക്കറികളും നന്നായിട്ട് വളരുന്നത് ഇതുപോലെ ഇളക്കമുള്ള മണ്ണിനകത്താണ്. അപ്പം ഞാൻ ഇതുപോലെ കൊത്തി ഇളക്കിയിട്ട് ഞാൻ ചെയ്യുന്നത് എന്നാന്ന് കണ്ടോണേ. നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് പാലക്ക് ചീരയാണേ, പൊട്ടിച്ചിട്ട്. അപ്പം പാലക്ക് ചീരയും മല്ലിയും അതുപോലെ എല്ലാ ഇനം നമ്മുടെ അടുക്കളത്തോട്ടത്തിന് ആവശ്യമായ പച്ചക്കറികളുടെ വിത്തുകൾ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരാം. അപ്പം ഞാൻ ഈ പാലക്ക് ചീര ഇത് നമുക്ക് കുഴിച്ചിടുമ്പോൾ നമുക്കറിയാമല്ലോ കിളുക്കോയില്ലോ എന്ന്. ഇതിവിടെ കിളുത്തിട്ടുള്ളതാണ്, ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും എനിക്കിപ്പോൾ ഇവിടെ ഒരു തടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പണിയാണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് കുഴിച്ചു വെക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ കുഴിച്ചു വെക്കുന്ന രീതി കാണിക്കാം. ഇത് കണ്ടോ, ഇതെനിക്ക് തോന്നുന്നതേ ആര്യവേപ്പ് കിളുക്കുന്നതാന്ന് തോന്നി. ഈ കിളികൾ ആര്യവേപ്പിൻ്റെ വിത്ത് കടിച്ചോണ്ടിരും. ആര്യവേപ്പാണേ കഴിക്കും, അല്ലെങ്കിൽ പിന്നെ മുല്ലക്കിളിഞ്ഞലെന്ന് പറയുന്നൊരു കിളിഞ്ഞലുണ്ട്, അതിൻ്റെ ഇല ഇതുപോലെ ഇരിക്കുന്നത് കേട്ടോ. വലിയ കയ്പില്ല. അപ്പോൾ ഇത് ആര്യവേപ്പായിരിക്കില്ല, പറിച്ച് കളഞ്ഞു കേട്ടോ. ഇതിനകത്തതേ ഇതാണ് നമ്മുടെ പാലക്ക് ചീര എന്ന് പറയുന്നത്. കണ്ടോ എന്തോരം വിത്തുകളാണെന്ന് കണ്ടോ. ഈ ഒരു പാത്രത്തിനകത്ത് നടാനുള്ളതല്ല, അതിലേറെ വിത്തുകളുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലൈനായിട്ട് അവരെ അങ്ങോട്ട് പാകാൻ പോവുകയാണേ. അപ്പം ഇതിനകത്ത് ഇങ്ങനെയൊരു തടവെടുത്തു, അതുപോലെ ഈ നടുക്കൂടെ ഇങ്ങനെയൊന്ന് എടുത്തു, അതുപോലെ മറ്റേ അരികിലും. അപ്പോൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇത് വെറുതെ വിത്തുകളിങ്ങനെ അങ്ങോട്ട് ഇട്ട് പോകുവാണേ. കണ്ടോ, ഇതൊരു 2-3 തടത്തിനകത്ത് അല്ലെങ്കിൽ 2-3 പെട്ടിക്കകത്ത് പാകാനുള്ളത്ര വിത്തുകളുണ്ട് കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മണ്ണിട്ടേക്കണം. ഒത്തിരി കട്ടിക്കിടരുത്, അവർക്ക് കിളുത്ത് കയറി വരണ്ടേ. ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന അങ്ങനല്ല കേട്ടോ. ഓരോ സ്ഥലത്തോട്ട് കുറേശ്ശെ ഇടുക, ഒരുമിച്ച് വേണ്ട ഓട്ടെ.
അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനകത്ത് പാകി വെച്ചിട്ട് കാണിക്കാവേ. ചെറുതായിട്ടൊന്ന് മണ്ണിട്ടു. അതുപോലെ ഈ സൈഡിൽ. അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഇത് കിളുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കിളുക്കും, ഞാനിവിടെ എപ്പോഴും കിളിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും തരാം. എപ്പോഴും ഇതിപ്പം നമ്മൾ കടയിൽ നിന്ന് പാലക്ക് ചീര വാങ്ങിക്കുകയാണെങ്കിൽ ഭയങ്കര വിലയാണ് പാലക്ക് ചീരയുടെ ഇല നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നട്ട് വളർത്തുവാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള ഇത് കറിയും വെക്കാം, തോരനും വെക്കാം, എല്ലാം വെക്കാം. അപ്പം പാലക്ക് ചീരയുടെ പാകൽ കഴിഞ്ഞു. ഇനി നമുക്കിത് ഇതുപോലെ ഈ ഒരു കരിയില ഇങ്ങോട്ട് അടുപ്പിച്ചിട്ടാൽ മതി. അപ്പം വെള്ളം കുത്തനെ വീഴത്തില്ല. വേണമെങ്കിൽ നമുക്ക് കുറച്ച് കരിയില കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇലകളും കൂടെ, ഒത്തിരി ഇലകളും ഇടരുത്. ഇത് കുഞ്ഞു കുഞ്ഞു തൈകളായിരിക്കുമല്ലേ, അപ്പോൾ അവർക്ക് കിളുത്ത് കയറി വരാൻ പറ്റണം. എന്നാൽ കുത്തനെ മഴവെള്ളം വീണ് ഇവരുടെ കിളുക്കൽ അല്ലെങ്കിൽ കിളുത്ത മുള ഒടിച്ചു കളയാനും പാടില്ല. അതിനുള്ളത്ര ഇലകളിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്കിതേ ഈ ഒരു പാത്രം ഇപ്പം കാലിയാണേ. അപ്പോൾ അതിനകത്തോട്ട് ഒരു കാര്യം ചെയ്യാം. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു സാലഡ് കുക്കുംബറാണേ. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ എൻ്റെ സാലഡ് കുക്കുംബർ കാണിച്ചു തന്നതായിരുന്നു. അത് നമുക്കൊന്ന് കാണുകയും ചെയ്യാം. ഇതിനെ ഇവിടെ നിന്ന് നട്ടും വെക്കാം. ഇതുപോലെ കണ്ടോ, നല്ലോണം കരിയിലിട്ട് വെക്കുന്നത് കാരണം ഇതിന് നല്ല മണ്ണിളക്കമാണ് കേട്ടോ. ഇതിൻ്റെ വേരൊക്കെ കണ്ടോ പുറത്തോട്ടിറങ്ങി വന്നു. അപ്പം നമുക്കിതിനെ ഒന്ന് പുറത്തെടുക്കാം. പറ്റുമോ നോക്കട്ടെ. ഓ ഭയങ്കര പാടാ. പോരുന്നുണ്ട്. വേരെല്ലാം ഒത്തിരി ഇറങ്ങിയ കാരണം അതിനെ കൂടെ തന്നെ തിരിച്ചു കയറി പോരണ്ടേ. ഇത് കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് വെക്കുവാണേ. ഇനി ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ മണ്ണിനേക്കാൾ കൂടുതൽ കരിയിലായിരിക്കും കേട്ടോ. ഇനി ഇത് വളർന്നു വരുമ്പോൾ ഇതുപോലത്തെ വള്ളിയേക്കട നമുക്ക് കയറ്റി പന്തലിലോട്ട് വിടുകയും ചെയ്യാം. ഇവിടെ 2 തക്കാളിയുണ്ട്. ഇപ്പം തക്കാളികളെല്ലാം വളഞ്ഞു തന്നെ നിൽക്കും. അപ്പം നമുക്ക് ഇതുപോലത്തെ കമ്പയിലോട്ട് കുത്തി കെട്ടി കൊടുത്താൽ മതിയേ. ഇവിടെ വെണ്ടയിൽ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടേ. അപ്പം നമുക്ക് പതുക്കെ അത് ഓരോന്നോരോന്നായിട്ട് മുറിച്ചെടുക്കാം. ഇത് നല്ല ഇനം വെണ്ടയാട്ടോ. ഇപ്പം ഇതിൻ്റെ വിത്തുകൾ വേണമെന്നുള്ളവർ ചോദിച്ച് മേടിച്ചോണം. നല്ല പച്ച നിറവുമാണ്, മാത്രമല്ല ഇഷ്ടം പോലെ ഉണ്ടാകുകയും ചെയ്യും കേട്ടോ. നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയുടെ ഒരു സൈസാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ ഇതിനകത്ത് 2-3-4 തൈയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പെട്ടിക്കകത്തുനിന്ന് പറിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു തോരനുള്ളത് കിട്ടേണ്ടതാണ്. നോക്കാം. ഇവിടെയൊക്കെ ഉണ്ട് കണ്ടോ, ഇത്ര എണ്ണം കിട്ടി. അതുപോലെ ഇതിനകത്തും കണ്ടോ, ഒരെണ്ണത്തെ തന്നെ എപ്പോഴും നമുക്ക് പറിച്ചെടുക്കാൻ 2-3 എണ്ണം എങ്കിലും കാണും. അതാണ് അതിൻ്റെ ഗുണം കണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിലെ മാത്രം എടുത്താലും നമുക്കൊരു തോരനുള്ളത് കിട്ടും കേട്ടോ. ഈ ഒരു പെട്ടിക്കകത്തേത് മാത്രം എടുത്താൽ മതി. അതുപോലെ ഇവിടെയുണ്ട്. അതിൻ്റെ തന്നെ മിച്ചം വന്നപ്പോൾ എനിക്ക് അവിടെ വെക്കാൻ പറ്റാതെ മിച്ചം വന്നതാണേ. അപ്പം ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പൂവുണ്ട്, മൊട്ടുണ്ട്. അതേ ഇതും കൂടെ കൂട്ടി ഞാനങ്ങ് പറിക്കും, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പറിക്കാൻ വരുമ്പോഴത്തേക്കിനത് വിളഞ്ഞു. പിന്നെ ഇവിടെ പഴയ ആനക്കൊമ്പൻ വേണ്ട ഒരു ചോട് നിന്നതിൻ്റെ ഒരെണ്ണം അത് ഞാൻ കളയാതെ നിർത്തിയിരിക്കുക ആ ചെടി കേട്ടോ. ഇത്രയും വെണ്ടയ്ക്ക കിട്ടി. നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടുപിടിപ്പിക്കുന്ന ഞാൻ നിങ്ങളെ കാണിച്ചതല്ലേ. ഇവിടെ നമ്മൾ 2 ഇത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇഷ്ടംപോലെ ചീര. ഇനി നമുക്കിത് കളഞ്ഞാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനിതങ്ങ് പറിച്ച് കളയുവാണ്. എന്നാലേ നമുക്ക് വേറെ ഏതെങ്കിലും ഇവിടെ നട്ടുപിടിപ്പിക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതൊന്നും നമ്മൾ വിത്ത് പാകിയൊന്നും മുളപ്പിക്കുന്നതല്ല, അവരിവിടെ തന്നെ കിളുത്ത് വരുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഒരു ചോട് വേണ്ട, ഇവിടെ ഒരു ചോട് വേണ്ട. അപ്പം നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ട എന്നാണെന്നറിയോ, ഇതിനകത്ത് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. ഇതിന് വല്ല അറക്കവാളും വേണം ഓടിച്ചെടുക്കണമെങ്കിൽ. ചിലപ്പം ഇങ്ങനെ തീരം താത്തി നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടങ്ങ് തീരും. അപ്പം ഇത് ഈ വലിപ്പത്തിലായതിനിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്നറിയോ, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് വെട്ടിക്കളയണം. ഈ കാബേജിൻ്റെ തൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിർത്തിയിരിക്കുന്നതാണേ. ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചോട്ടിലോട്ട് ഇത് കുറച്ച് ജൈവവളമാണേ. ജൈവവളം തണ്ടേ മുട്ടാതെ ഇടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ചെടി വാടിപ്പോവും കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് ഈ മണ്ണ് നല്ലപോലെ കൊത്തി ഇളക്കി കണ്ടോ, ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ചൂട് ഇളക്കി കൊടുക്കണേ. ഇതുപോലെ ഞാൻ ഇതിൻ്റെയും ചൂട് നല്ല വൃത്തിക്കൊന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് ഇപ്പം ഇതിനകത്തെ മണ്ണിന് ഇരുത്തം വന്നിട്ടുണ്ട്.
അങ്ങനെ ഇരുത്തം വന്നിട്ടുള്ളത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് വേറെ മണ്ണ് കുറച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും ചോട്ടിലോട്ട് ഞാനിതുപോലെ മണ്ണ് കൂട്ടി. ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സ് ആണ്. മണ്ണ് ഇതിൻ്റെ ചോട്ടി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇത്രയും ചെയ്താൽ മതി. ഇനി അവർ പൂവിടാൻ വരെയുള്ള വളം ഇത് മതി. ഇത് കണ്ടോ, നമ്മുടെ ഒരു ചുവട് തക്കാളിയാണേ. എൻ്റെ പൂവിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കാറ്റും മഴയുമല്ലേ, അപ്പം ഞാൻ ചെയ്യുന്നത് ദേ ഇതുപോലൊരു സപ്പോർട്ട് ഞാനിവിടെ കുത്തി കൊടുക്കുവാണേ. എന്നിട്ട് അതേലോട്ടൊന്ന് വലിച്ചു കെട്ടി വെച്ച് കൊടുത്തേക്കാം. ഒരു ഉടക്ക്. അപ്പം കാറ്റ് വന്നാൽ പെട്ടെന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒടിഞ്ഞു പോകത്തില്ല. കണ്ടോ, അപ്പം മഴയ്ക്കുള്ള ഒരു മുൻകരുതലാണ് നമ്മുടെ ഇത്. മഴയല്ല പ്രശ്നം, കാറ്റാണ് പ്രശ്നം. 2-3 പടവലങ്ങ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ വിളവെടുക്കൽ തീരാറായതാണ്. ദൈതൊരെണ്ണം കിടന്ന് കേടായിയും പോയി. പുതിയ പടവലം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ കയറി വരുന്ന കണ്ടോ, ഇതൊരു പടവലാണ്. ഇത് ചെറിയ ചെറിയ മുട്ടിന് കാണ്ടാന്ന് കണ്ടോ, ഇങ്ങനെ കായ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പുതിയ പടവലം. ഇവിടെയും 2-3 പടവലങ്ങയുണ്ട്. അപ്പം നമുക്കത് ഇതുപോലെ ഇതങ്ങ് വിളവെടുത്തില്ലെങ്കിലേ ഇനി ഇതിൽ ഉണ്ടാകുന്നത് കുറയും. ഇതേ തന്നെ ഉണ്ടായി വരുന്ന ഇത് കണ്ടോ, ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞു പോകും നമ്മൾ വിളവെടുത്തില്ലെങ്കിൽ. ഇവിടെ ദേ സാലഡ് കുക്കുംബറാണേ. ഇത് കണ്ടോ ഉണ്ടാകുന്നേ, കണ്ടോ ചെറുതായിട്ടുണ്ടാകുന്നുണ്ട്. ഇത് ഇവിടെ ഉണ്ട്, ഇവിടെ കുറേ എണ്ണങ്ങളുണ്ട്. ഒരെണ്ണം അവിടെ പറിക്കാറായതുകൊണ്ട് അത് പോയി പറിച്ചിട്ട് വരാം. കണ്ടോ, ഇത് ഞാനിങ്ങനെ പറിക്കുവാണേ. ഈ തീരെ ചെറുതായിരിക്കുമ്പോഴേ പറിക്കുന്നതാണ് നല്ലത്. വലിയ കഷ്ണമായി പോയി, വലിയ കഷ്ണമായി പോയി. ഭയങ്കര നല്ലതായിട്ട് വെള്ളം കണ്ടന്റ് കേട്ടോ. ഇതുപോലെ ചെറുതായിരിക്കുമ്പോൾ പറിക്കണം. വലിയ വെയിറ്റ് വെക്കാനായിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ കുറ്റിയമരയാണേ. കണ്ടോ, ഇതെല്ലാം കാറ്റത്ത് ഇങ്ങനെ മറിഞ്ഞു പോയിട്ടുണ്ട്. ഇത് കാറ്റത്ത് മറിഞ്ഞു കിടക്കുക. അപ്പോൾ ഇവിടോട്ട് വെച്ച് കെട്ടാൻ ഒരു കമ്പുണ്ടോ നോക്കട്ടെ. കമ്പുകൾക്ക് ഭയങ്കര ക്ഷാമമായി. ഇത് കണ്ടോ, നമുക്ക് ഇതുപോലൊരു കമ്പ് വെച്ചിട്ടൊന്ന് പതുക്കെ ഒന്ന് ഉടക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അവർ ആടി ഒലഞ്ഞ് പോകാതിരിക്കും. ഇതൊന്ന് പതുക്കെ കെട്ടി വെച്ചേക്കാം. ഇന്നലത്തെ മഴയെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇവർ മഴക്കാർ വന്നും ഇടി കുടുങ്ങിയെല്ലാം നമ്മളെ കളിപ്പിക്കുവാണല്ലോ. അപ്പം നമ്മുടെ വിചാരം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുകയല്ലെന്നായിരുന്നു. എത്ര മണിയായപ്പോഴാണ് ശിവ മഴ പെയ്തേ? എൻ്റെ ശിവ, നമ്മൾ വെള്ളം തപ്പി നടന്ന സമയത്ത് അവിടെ മഴ പെയ്തത്. രാത്രി 11 മണിയായപ്പം ഒരു ടാങ്ക് വെള്ളം ഞാൻ 4 മണിക്ക് അടിച്ചത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവന്മാർ അവിടെ എവിടെയും ടാപ്പ് തുറന്നിടും. അങ്ങനെ ടാപ്പ് തുറന്നിട്ട് പൂട്ടാൻ മറന്നു പോകുന്ന. അപ്പോൾ പിന്നെ എല്ലായിടത്തും പോയി തപ്പണ്ടേ. പറമ്പിലും അവിടെ എവിടെയൊക്കെ ടാപ്പ് ഉള്ളിടത്ത് എല്ലായിടത്തും 11:30 മണിക്ക് പോയി ഞാൻ തപ്പി എല്ലാം അടച്ചതാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ടാങ്കിനകത്ത് വെള്ളം അടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ആ സമയത്താണ് മഴ പെയ്തു. 11:15 തൊട്ട് മഴ പെയ്തു. പിന്നെ ഞാൻ ഉറങ്ങുന്ന സമയം വരെ മഴ ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല എത്ര മണി വരെ. എന്തായാലും നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള പാത്രങ്ങൾക്കകത്തൊക്കെ തുറന്നിരിക്കുന്ന പാത്രങ്ങളില്ലേ, അതിനകത്ത് നല്ലോണം വെള്ളം വീണിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നല്ലോണം മഴ പെയ്തെന്ന്. പിന്നെ എനിക്കൊരു കാര്യമുള്ളത് എന്നാണെന്നറിയോ, നമ്മൾ മണ്ണ് സെറ്റാക്കി പുതിയ ചീരത്തൈ വെച്ചതാണേ. ഈ ചീരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൂവിടും. ഇത് കാണുന്നുണ്ടോ, എല്ലാ കമ്പയിലും പൂവിട്ടിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് പറിച്ചു കളഞ്ഞിട്ട് നമുക്ക് വേറെ സാധനം വെക്കണം. ചിലപ്പോഴാണ് അടുത്ത വീഡിയോയിൽ വരുമ്പോഴത്തേക്കിന് ഞാനിതെല്ലാം പറിച്ചു മാറ്റി ക്ലീനാക്കി ഡോളമൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നതായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് പുതിയ ഏതെങ്കിലും തൈകളെ ഇവിടേക്ക് നടുകയും ചെയ്യാം. പിന്നെ നമുക്കിത് ഇതെല്ലാം കൂടെ പറിച്ചു വെക്കുവാണെങ്കിൽ കുറച്ചധികം കാണും. ഇത് കണ്ടോ, നമ്മുടെ പടവലും അതുപോലെ വെണ്ടയ്ക്കയും നമ്മൾ പറിച്ചു വെച്ചിരിക്കുമല്ലേ, അതിൻ്റെ കൂടെ ഇതേ കുറേ ചീരയും കൂടെ. ഇതെല്ലാം എനിക്ക് മുറിച്ച് കളയാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് വേറെ സാധനം ഇവിടെ എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കണം. മയിൽപ്പീലി ചീര കണ്ടോ, ഇതാണ് മയിൽപ്പീലി ചീര. അത് പച്ചയുണ്ട് ചുമലയുണ്ട്. ഇത് പച്ചയാണ് കാണാൻ ഭംഗിയും കൂടുതൽ. കണ്ടോ, പിന്നെ നമ്മുടെ മുളക് കണ്ടോ, ഞാൻ മാർച്ചിൽ കല്യാണത്തിന് പോയിട്ട് വന്നപ്പോഴത്തേക്കിന് എൻ്റെ മുളക് ചെടി മൊത്തം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നട്ടുപിടിപ്പിച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നതാ. പക്ഷെ ഇവിടെ മുളക് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ശരിക്കും പറഞ്ഞാൽ കമ്പ് കുത്തി കൊടുത്തിട്ടില്ല. ഇത് കണ്ടോ, ഇങ്ങോട്ട് നോക്കിയേ കണ്ടോ ഒരെണ്ണം. ഇതുപോലെ അവിടെ എവിടെയൊക്കെ ഇത് മുളക് പിടിച്ചതാണേ. അവിടെ എവിടെയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം മുളക് നിറച്ച് കായ്ക്കുമ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ മഴയുടെ കെടുതികളും മഴയ്ക്കുണ്ടായ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ കയറി വന്നപ്പം അത് ഞാൻ നിങ്ങളെ കൂടെ അങ്ങോട്ട് കാണിച്ചു തന്നതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണ്. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക്
അടുത്ത ദിവസം വീണ്ടും കാണാം.